കൊട്ടിയൂർ അമ്പലത്തിനെ ഭക്തിയുടെ സാഗരത്തിൽ ആറാടിച്ച ഇളനീർവെപ്പ് ചടങ്ങുകൾ ഇന്ന് പുലർച്ചെയോടെയാണ് പൂർത്തിയായത്. ഇളനീർവെപ്പ് ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം ഇളനീരുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ആ ഇളനീരുകൾ വെട്ടിച്ചീകി ഇനി ഇളനീരാട്ടത്തിലേക്കായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇളനീരാട്ടം എന്ന് പറയുന്നത് ദക്ഷയാഗത്തിന് പോയി മടങ്ങി വന്ന സതീദേവി പരിഹാസ കഥാപാത്രമായതിന്റെ പേരിൽ വേദനിച്ച് ആത്മാഹൂതി ചെയ്തതിനെ തുടർന്ന് ഭഗവാൻ ഭഗവാന്റെ കോപം ശമിപ്പിക്കാനായിട്ടാണ് ഇളനീർ ചൊരിഞ്ഞത്, ഇളനീർ ആടിയത് എന്നാണ് വിശ്വാസം. അതിൻ്റെ ഒരു ആചാരം, അതിൻ്റെ തുടർച്ചയെന്നോണമുള്ള ആചാരമാണ് കൊട്ടിയൂർ അമ്പലത്തിൽ നടക്കുന്ന ഇളനീരാട്ടം എന്ന് പറയുന്നത്. ഇളനീരാട്ടത്തിന് സാക്ഷികളാകാൻ ഒരുപാട് പേരാണ് കൊട്ടിയൂർ അമ്പലനടയിൽ ഈ വൈശാഖോത്സവത്തിന് എത്തുന്നത്. വൈശാഖോത്സവ നാളുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്ന് തന്നെയാണ് ഇളനീർ വെപ്പും ഇളനീരാട്ടവും. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ സാധാരണ അനുഭവപ്പെടുന്ന തിരക്കിനേക്കാൾ അഭൂതപൂർവമായ തിരക്കാണ് ഇന്നലെ ഉണ്ടായത്. അതിലൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇളനീർ വെപ്പ് എന്ന ചടങ്ങ് നടന്നത് ഇന്നലെ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇളനീർ വെപ്പ് കാണുന്നതിന് വേണ്ടി പല ഭാഗത്തു നിന്നും, സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. രാത്രി ഇളനീർ വെപ്പ് ചടങ്ങുകൾ കാണാൻ ഇവിടെ ലക്ഷക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയിരുന്നത്. അഭൂതപൂർവമായ തിരക്കാണ് ഇന്നലെ അനുഭവപ്പെട്ടത്. കാരണം ഈ ഇളനീർ വെപ്പും അതിനെ തുടർന്നുണ്ടാകുന്ന ഇളനീരാട്ടം, ആ ചടങ്ങുകൾ കാണുക എന്നത് തന്നെ വളരെ ഭാഗ്യമായിട്ടാണ് ഭക്തർ കരുതുന്നത്. ഏകദേശം പുലർച്ചെയോടെയാണ് ഇളനീർ വെപ്പ് എന്ന ചടങ്ങ് പൂർത്തിയായത്. ഇന്ന് രാത്രി ആണ് ഇളനീരാട്ടം എന്ന ചടങ്ങ് നടക്കുന്നത്. ഇളനീരാട്ടം എന്ന ചടങ്ങും ഇളനീരാട്ടവും പുലർച്ചെ വരെ നീളുക തന്നെ ചെയ്യും. അത്രത്തോളം ഇളനീരുകളാണ്, ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം 20,000-ലധികം ഇളനീരുകളാണ് എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഇത്തവണയും അതിനേക്കാൾ കൂടുതൽ ഇളനീരുകൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഇളനീരുകൾ ഇളനീരിനെ വെട്ടി ഭഗവാന്റെ സ്വയംഭൂവായ ശിവലിംഗത്തിൽ ഇളനീരൊഴിച്ച് ഭഗവാന്റെ കോപം ശമിപ്പിക്കുക എന്ന ആ ഒരു വിശ്വാസമാണ് ഈ ഒരു ആചാരത്തിന് പിന്നിൽ. 3-4 സംഘങ്ങളായിട്ടാണ് ഇവിടെ ഇളനീര് വെട്ടി ചീകി അതിനെ ഇളനീരാട്ടത്തിനായിട്ട് തയ്യാറാക്കി വയ്ക്കുന്നത്. അമ്പലത്തിന് ചുറ്റും, സ്വയംഭൂവായ ഭഗവാന്റെ ശിവലിംഗത്തിന് ചുറ്റുമുള്ള ആ അമ്പലത്തിന് ചുറ്റും ഭക്തർ ഇപ്പോഴും വലം വയ്ക്കുകയാണ്. ഇന്നും അഭൂതപൂർവമായ തിരക്കാണ് കൊട്ടിയൂരിൽ അനുഭവപ്പെടുന്നത്. ഇക്കുറി ശനി ഞായർ എന്നോ അങ്ങനെയുള്ള ഒരു വ്യത്യാസമൊന്നുമില്ല എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. ഇക്കുറി എല്ലാ ദിവസങ്ങളിലും, പല ദിവസങ്ങളിലും ഇതുപോലെയുള്ള തിരക്ക് തന്നെയാണ് കൊട്ടിയൂർ അമ്പലത്തിൽ അനുഭവപ്പെട്ടത്. പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും, അങ്ങ് ദൂരെ നിന്ന് തന്നെ ധാരാളം ജനങ്ങൾ ഭഗവാനെ കാണാനായി ക്യൂ നിൽക്കാനായി തന്നെ കാത്തു നിൽക്കുന്നതാണ്. നമുക്ക് മുന്നിൽ കാണുന്നത് ക്യൂവിലേക്ക് പോലും എത്താത്ത ആളുകളുടെ ഒരു നീണ്ട നിര തന്നെയാണ്. ക്യൂവിൽ നിൽക്കുന്നവരെയാണ് നമുക്ക് ഫ്ലൈ ഓവറിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ അത്രത്തോളം തിരക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഈ തിരക്കിനിടയിൽ എത്ര നേരം നിന്നിട്ട് പോലും ഭഗവാനെ തൊഴുക, അതിന് എത്ര ബുദ്ധിമുട്ട് പോലും സഹിക്കാൻ തയ്യാറായി തന്നെയാണ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ ഇവിടെ എത്തുന്നത്. ബാവലിപ്പുഴയുടെ ആ ഒരു തീരത്ത് മനോഹരമായ കാടിൻ്റെ നടുവിലെ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഓരോ ആചാരത്തിനും പ്രകൃതിയുമായി ചേർന്നുള്ള അഭേദ്യമായ ബന്ധവുമുണ്ട്. എന്തായാലും ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും, കൊട്ടിയൂരിൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഒരു മാസം ഈ നടക്കുന്ന ഈ ഉത്സവത്തിൽ വന്ന് പങ്കെടുത്ത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ, ഒരല്പസമയം കൊട്ടിയൂരിൻ്റെ ക്ഷേത്ര പരിസരത്ത് നമ്മൾ ചിലവഴിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ മാനസികമായും ശാരീരികമായും ഒരു വർഷത്തേക്കുള്ള ഊർജ്ജം നമ്മൾ സംഭരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. മഹാദേവനെ നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മൾ സ്വയം റീചാർജ് ചെയ്യുന്ന ഒരു അനുഭവം തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും തന്നെയാണ് കൊട്ടിയൂർ അമ്പലത്തിൽ ആചരിക്കുന്നത്.